ഹലോ, ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. ഒരു 8-8:30 നേരം വെളുത്ത് ഉറങ്ങി എഴുന്നേറ്റ് വന്ന് കിച്ചണിൽ വന്നിട്ട് ഇന്ന് എന്താ ഉണ്ടാക്കണ്ടേന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പം കുറച്ച് ഇടിയപ്പം നമ്മൾ ഇന്നലെ വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്ന്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചു. 2 പേർക്കുള്ളതല്ലേ വേണ്ടു, അപ്പോൾ എല്ലാം എടുത്തു വെച്ചു. പിന്നെ രാവിലെ നേരമാണ് വീട്ടിലേക്കുള്ള ഒരു ഫോൺ വിളി നടക്കുന്നത് ഈ സമയത്താണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഒരു മണിക്കൂറോളം വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുന്ന ടൈമാണ്. അപ്പോൾ രാവിലെ തന്നെ ഉറങ്ങി എണീക്കുമ്പോഴും അതുപോലെ തന്നെ ഉറങ്ങി കിടക്കാൻ പോകുമ്പോഴും ഈ ഒരു ഫോൺ വിളി പതിവാണ്. സോ അതേ ഞാനിവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഒരു സവാള, പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. പിന്നെ സവാളയും ടൊമാറ്റോ ഒക്കെ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ നമ്മളിത് മുട്ട ബോയിൽ ചെയ്യാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഇടിയപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇടിയപ്പം നമ്മൾ ഇന്നലെ വാങ്ങിയതായിരുന്നു. ഇവിടെ ശ്രീലങ്കൻസിൻ്റെ കടയിൽ ഇടിയപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും. സോ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡി ചെയ്തപ്പോഴാണ് അമ്മ വീണ്ടും വിളിച്ചു. പിന്നെ വീണ്ടും കുറേ നേരം കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പാരലലി സംസാരവും കുക്കിങ്ങും ഒരുമിച്ചായിരുന്നു കേട്ടോ. സോ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. ഇത് എല്ലാവർക്കും എന്താ പറയുക ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ കാണിച്ചു തരാം. സോ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടു. ഇതിന് സമയത്തൊക്കെ ഞാൻ ഫോണിലായിരുന്നു കേട്ടോ, ഫോൺ വിളിയായിരുന്നു. അത് കഴിഞ്ഞത് ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ സവാള നന്നായി ആയിന്ന് കാണുമ്പോൾ നമ്മൾ ടൊമാറ്റോ ഇടുക. അത് അരച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ എന്തായാലും കുഞ്ഞിതാക്കി അരിഞ്ഞേക്കാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ ഇത് ഇച്ചിരി ടൊമാറ്റോ സോസും പിന്നെ തേങ്ങാപ്പാലും ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഞാൻ പശുമ്പാലാണ് കേട്ടോ ഒഴിക്കണം, എനിക്ക് തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പോൾ ഞാൻ പശുമ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം തിളയ്ക്കുമ്പോൾ നമ്മൾ ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടപ്പോൾ റോസ്റ്റിൻ്റെ ഗ്രേവി റെഡിയായി. പിന്നെ നമ്മുടെ പുഴുങ്ങിയ മുട്ടയും കൂടിയിട്ട് ഒരു സെമി ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. സോ നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടല്ലോ, എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ദേ മുട്ട റോസ്റ്റ് ഒന്നും കൂടെ ഇളക്കി ലാസ്റ്റ് ഒന്ന് തള വന്ന് കഴിഞ്ഞപ്പം അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോണത് നമ്മുടെ ചായ തിളപ്പിക്കണം. സോ ആസ് യൂഷ്വൽ പാല് തിളപ്പിച്ച ശേഷം എനിക്ക് ചായക്കകത്തേക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ഏലക്കയും ഇഞ്ചിയോ ഏലക്കയും ചുക്കൊക്കെ ഇടുന്ന ശീലമുണ്ട്. ഇപ്പം ഞാൻ എന്തോടെ നമ്മുടെ പാട്ടുകൾ വെച്ചേക്കായിരുന്നു. അപ്പോൾ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കിനെ പറ്റി ഭയങ്കരമായ ഡിസ്കഷനായിരുന്നു. മഞ്ഞുമ്മൽ കണ്ടതിൻ്റെ എഫക്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായപ്പൊടിയൊക്കെ ഇട്ടു. ഞാനിവിടെ യൂസ് ചെയ്യാറ് താജ്മഹലിൻ്റെ ചായപ്പൊടിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടം, നല്ല സ്ട്രോങ്. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല കടുപ്പം വേണം ചായക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഏലക്ക, അതുപോലെ തന്നെ ഇന്ന് ഇഞ്ചിയല്ല ചുക്കിൻ്റെ പൊടിയാണ് ഇടണം. ഇതിട്ടിട്ട് ഞാനിനി ഒരു 5-10 മിനിറ്റ് തപ്പിക്കും. ആ ഗ്യാപ്പിൽ നമ്മുടെ ഇടിയപ്പം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പവും അതുപോലെ അതിൻ്റെ കൂടെ ഒരു കിടിലൻ തേങ്ങാ ചമ്മന്തി ഇട്ടിട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ചെമ്പയുടെ അരി കൊണ്ടുള്ള ഇടിയപ്പമാണ്. അതാണ് റോസ് കളർ അല്ലെങ്കിൽ ഒരു കളറായിട്ടുള്ള ഇടിയപ്പം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം വന്നപ്പോൾ പിന്നെ നമ്മുടെ ചായ റെഡിയായി. നമ്മൾ വീശി അടിച്ചെടുക്കുന്നുണ്ടോ നമ്മുടെ ചായ. സോ നല്ല അടിപൊളിയായിട്ടുള്ള ചായയും ഏലക്കൊക്കെ ഇട്ടിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഈ വർക്കിംഗ് ഡേയ്സ് എല്ലാം നമ്മൾ ഈ പറഞ്ഞാൽ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ കഴിക്കുമെന്ന് പോലെ അറിയില്ല, എനിക്ക് ആ ചായ ഭയങ്കര ഇഷ്ടമാണ്. ഏലക്കയും ചുക്കൊക്കെ ഇട്ടിട്ടുള്ള ചായ. അപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചിങ്ങനെ എടുക്കുകയാണ്. ആസ് യൂഷ്വൽ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ചായയൊക്കെ പോകുന്നുണ്ടോ. അപ്പോൾ ഒരു 10 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം സാറ്റർഡേയ്സൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ നമ്മൾ അന്ന് ലഞ്ച് കഴിക്കലുണ്ടാവില്ല, പിന്നെ രാത്രിയാണ് കഴിക്കുള്ളൂ. അപ്പോൾ ഇടിയപ്പവും അതുപോലെ നമ്മുടെ ചായയും പിന്നെ നമ്മുടെ കിടിലൻ മുട്ട റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം അങ്ങനെ പതുക്കെ കഥയൊക്കെ പറഞ്ഞ് 2 പേരും കൂടി ഇരുന്ന് കഴിച്ചിട്ടാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ വീക്കെൻഡ്സ് എല്ലാം. മിക്ക വീക്കെൻഡ്സും ഇങ്ങനെയാണ് പരിപാടി. കാരണം വർക്കിംഗ് ഡേ നമുക്ക് ഭയങ്കര റഷായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കണക്കാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ഹാപ്പി ജോളി ചില്ലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ വീക്കെൻഡ്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വാൾമാർട്ടിലൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, അതാണ് മെയിൻ പണി. പിന്നെ ഫുഡ് കണ്ടല്ലോ, നല്ല അടിപൊളി ഇടിയപ്പവും നല്ല ചായയും അതുപോലെ തന്നെയുള്ള മുട്ട റോസ്റ്റും നല്ല ടേസ്റ്റായിരുന്നു. കിടിലൻ ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ് ആശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.